गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम श्रीनारायण परमगुरवे नमः। अद्वैतानंद चिन्मात्र ज्योतिर्नारायणात्मकम् चकास्तु धर्मबोधाय നിത്യമവ്യാഹതാത്മനാം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയാണ് നമ്മൾ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 2-ാം അധ്യായത്തിലെ 3-ാമത്തെയും 4-ാമത്തെയും ശ്ലോകത്തിന്റെ അർത്ഥചിന്തനം ചെയ്യുകയുണ്ടായി. ഗ്രന്ഥത്തിന്റെ ക്രമസംഖ്യ പ്രകാരം ശ്ലോകം 16, 17 ഈ ശ്ലോകങ്ങളിൽ പറയുന്നു: കേചിത് സ്പൃശ്യാഹ സന്ധി. ചില ആളുകള് അവരെ നമുക്ക് സ്പർശിക്കാം, അവരുടെ അടുത്ത് പോയിരിക്കാം, അവരുമായിട്ട് ഇടപഴകാം. ചില ആൾക്കാർക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. എന്നാൽ ചില ആളുകളോ പരേ അസ്പൃശ്യാസന്ധി. ചില ആളുകളെ നമുക്ക് തൊടുവാൻ സാധിക്കില്ല, അവരെ തൊടാൻ പാടില്ല, അവരുടെ അടുത്ത് പോകാൻ പാടില്ല, അവരുമായിട്ട് ഇടപഴകാൻ പാടില്ല. കേചിത് ദൂരാപസർപ്പണം. ഇനി ചില ആളുകള് നമുക്ക് അവരുടെ അടുത്തേക്ക് അവരെ സ്പർശിക്കുവാൻ പോയിട്ട് അവരുടെ സമീപത്തേക്ക് പോലും പോകാൻ യോഗ്യമല്ല അവര് എന്ന് കൽപ്പിക്കുന്നു. കേചിത്ത് സദാചാര ഭവന്തി. ചില ആളുകള് സദാചാരന്മാരായിട്ട് ഭവിക്കുന്നു. തഥാ കേചിത്ത് ദുഷ്ചരിതാ സന്ധി. ഇനി കുറച്ച് ആൾക്കാരോ വളരെ മോശമായൊരു ജീവിതം നയിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം പറയാണ്: കേചിത്ത് ജാത്യഭിമാനതഃ. ചില ആളുകള് വർദ്ധിച്ച രീതിയിലുള്ള ജാതി അഭിമാനത്താൽ വിവാദ വിഹതാശയ ഐക്യമത്യ വിയുക്ത ഭഗ്നാശരായിട്ട്, നിരാശരായിട്ട്, മനസ്സിനൊരു മുറിവേറ്റിട്ട് പരസ്പരം ഐക്യമില്ലാത്തവരായി തീർന്ന് പരസ്പരേണ സ്പർദ്ധന്തെ. പരസ്പരം തമ്മിൽ തന്റെ ജാതിയുടെ മഹിമകളെ പറഞ്ഞ് കലഹിക്കുന്നു. ഈ 2 ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. അപ്പൊ അതിൽ മുഖ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിടുന്ന ആശയം ഐത്തമാണ്. 3-ാമത്തെ ശ്ലോകത്തിലെ പ്രതിപാദ്യ വിഷയം തന്നെ ഐത്തത്തിനാണ് ഊന്നൽ കൊടുത്തത്. ചില ആളുകളെ സ്പർശിക്കുവാനും തീണ്ടാനൊന്നും യാതൊരു യോഗ്യതയുമില്ല ചില മനുഷ്യന്മാർ, അവർ അസ്പൃശ്യരാണ് എന്ന് പറയുന്നു. നമ്മൾ പലപ്പോഴും ഐത്തത്തെ സംബന്ധിക്കുന്ന ചർച്ചകളിലും ക്ലാസ്സുകളിലും ഒക്കെ കേൾക്കുന്ന ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്, പല അനുവാചകരും പറയാറുണ്ട്, ഐത്തം ഉണ്ടാകാൻ ഒരു മുഖ്യമായ കാരണം ശുചിത്വം ഇല്ലായ്മയാണ് എന്ന് പറയാറുണ്ട്. ഒരു വ്യക്തി അഥവാ ഒരു സമുദായം അവർക്ക് ശുചിത്വം പാലിക്കുവാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അവര് ശൗചമില്ലാതെ ജീവിക്കുന്നു.
തദ്ഫലമായിട്ട് സമൂഹത്തിലെ ഒരു ഉയർന്ന വർഗം അവരെ ദൂരെ അകറ്റി നിർത്തുന്നു. അതുകൊണ്ട് ശുചിത്വത്തെ പാലിച്ചു കഴിഞ്ഞാൽ അയിത്തം ഒരു പരിധിവരെ ഇല്ലാതാക്കാം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഇത് ശരിയാണ്, ഒരു പരിധിവരെ ശരിയാണ്. അയിത്തത്തിന് ഒരു ഘടകം സമുദായങ്ങളിലുള്ള ശുചിത്വമില്ലായ്മ തന്നെയാണ്. പക്ഷെ മുഖ്യമായ ഘടകം അതല്ല. ഒരിക്കലും നമ്മൾ ശുചിത്വത്തെ മുൻനിർത്തി മുഖ്യമായ ഘടകത്തെ വിസ്മരിക്കരുത്. അല്ലെങ്കിൽ മുഖ്യമായ ഘടകത്തെ പറയാനുള്ള മടി കാരണം ആ മുഖ്യമായ ഘടകത്തെ വെള്ളപൂശാനോ അല്ലെങ്കിൽ ഒളിച്ചു വെക്കാനോ ശുചിത്വമില്ലായ്മയാണ് അയിത്തത്തിന്റെ കാരണം എന്നൊരു മറയെ വെക്കരുത്. മുഖ്യമായ ഘടകം എന്താണ്? അയിത്തം ഉണ്ടാക്കുന്ന, അസ്പൃശ്യത ഉണ്ടാക്കുന്ന മുഖ്യമായ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിൽ, നമ്മുടെ സ്മൃതി ഗ്രന്ഥങ്ങളിൽ, നമ്മുടെ പൗരാണിക ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതാണ് മുഖ്യമായ ഘടകം. ഇവിടെ നിന്നാണ് അയിത്തം ഉത്പന്നമാകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചില സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. അതില് ഭാരതം കണ്ട ഏറ്റവും വലിയ വിദ്വാൻമാരിൽ ഒരാളായ വലിയൊരു സന്യാസി വര്യൻ അഭിപ്രായപ്പെടുകയാണ്, പുരി ശങ്കരാചാര്യ സ്വാമികള് അയിത്തത്തെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ധർമ്മമാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ട്? കാരണം ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ധർമ്മശാസ്ത്രങ്ങളിൽ ഒരാൾ പിന്നോക്കമാണെങ്കിൽ, ഒരാൾ പതിത വിഭാഗത്തിൽ പെട്ടവനാണെങ്കിൽ അയാളോട് ഇപ്രകാരം വ്യവഹാരം ചെയ്യണം എന്ന് ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ രാമചരിതമാനസത്തിലെ ചില ശ്ലോകങ്ങൾ നമ്മൾ ഉദ്ധരിക്കേണ്ടായി. ഒരു വിപ്രൻ, ഒരു ബ്രാഹ്മണൻ, അവൻ സകല ഗുണഹീനനാണെങ്കിൽ കൂടിയും ആ ബ്രാഹ്മണനെ നാം ആദരിക്കേണ്ടതാണ്. നേരെ മറിച്ച് ഒരു ശൂദ്രൻ, അവൻ വേദപ്രവീണൻ, ആ വാക്കാണ് ഉപയോഗിച്ചത്. സുന്ദരകാന്ഡത്തിലാണോ ആരണ്യകാന്ഡത്തിലാണോ എന്നറിയില്ല, ഏതോ ഒരു കാണ്ഡത്തിലാണ്. വേദപ്രവീണനാണെങ്കിൽ കൂടിയും, വേദപ്രവീണൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന അറിവിനെ സ്വായത്തമാക്കിയവനാണെങ്കിൽ കൂടിയും അവനൊരു പിന്നോക്ക ജാതിയാണെങ്കിൽ അവനെ ആദരിക്കുവാൻ പാടില്ല എന്ന് സമൂഹത്തെ അത്രയേറെ സ്വാധീനിച്ച ഒരു ഗ്രന്ഥത്തിൽ പ്രമാണമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇനി നോക്കൂ, അങ്ങനെ സ്മൃതി ഗ്രന്ഥങ്ങളിലും ധർമ്മശാസ്ത്രങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഈ അയിത്ത മനോഭാവം, അയിത്ത സംസ്കാരം ഹിന്ദു മതത്തിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയത്. മുഖ്യമായ ഘടകം അവിടെയാണ്. ആ ഘടകത്തെ നമ്മൾ പരാമർശിക്കാതെ, അതിനെ കണ്ടില്ല എന്ന് നടിക്കാതെ മറ്റേതെങ്കിലും ഒരു കാര്യമാണ് ഇതിനൊക്കെ ഉണ്ടാക്കിയത് എന്ന് സങ്കല്പിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ മറികടക്കുവാൻ സാധിക്കില്ല. സ്വാമി തൃപ്പാദങ്ങൾ വലിയൊരളവിൽ അനേകായിരം വർഷങ്ങൾ ജനങ്ങളുടെ ഇടയിൽ രൂഢമൂലമായിരിക്കുന്ന ഈ അയിത്ത സമ്പ്രദായത്തെ വലിയൊരളവിൽ സ്വാമി തൃപ്പാദങ്ങൾക്ക് നിഷ്കാസനം ചെയ്യുവാൻ സാധിച്ചത് ഈ ധർമ്മശാസ്ത്രങ്ങളുടെ മർമ്മങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ സൈദ്ധാന്തികമായിട്ട് നവീകരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തില് മുൻ ശ്ലോകത്തില് സ്വാമി തൃപ്പാദങ്ങളെ ശിഷ്യന്മാർ എപ്രകാരമാണ് അഭിസംബോധന ചെയ്യുന്നത്? ധർമ്മമർമ്മജ്ഞ എന്നാണ്. ധർമ്മത്തിന്റെ മർമ്മത്തെ അറിഞ്ഞിരിക്കുന്ന ആൾ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോ അയിത്തത്തിന്റെ അസ്പൃശ്യതയുടെ മുഖ്യ ഹേതു എന്ന് പറയുന്നത് ധർമ്മശാസ്ത്രങ്ങളിൽ പറയപ്പെട്ട കാര്യമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ യുക്തി കൊണ്ട് തന്നെ നമ്മൾ ചിന്തിച്ചാൽ, വിചാരം ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ നമ്മുടെ ഒരു നിയമവ്യവസ്ഥ എടുക്കൂ. ആ നിയമവ്യവസ്ഥിതിയിൽ, ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് എഴുതപ്പെട്ട ന്യായ സംഹിതകള്, നിയമസംഹിതകള്, അതില് ഓരോന്നിനും ഓരോ നിർവചനമുണ്ട്. ഒരു വ്യക്തിയെ നാം കൊലപാതകി എന്ന് രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥിതി ആ വ്യക്തി ഒരു കൊലപാതകി എന്ന് പറയണമെങ്കിൽ കൊലപാതകത്തിനൊരു നിർവചനമുണ്ട്. ആ കൊലപാതകത്തിന്റെ നിർവചനത്തിൽ, അതായത് ഭരണഘടനയിലോ ഭരണഘടനയ്ക്ക് അനുകൂലമായി എഴുതപ്പെട്ട ന്യായ സംഹിതകളിലോ കൊലപാതകം എന്നതിനൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. ആ നിർവചനത്തിന്റെ പരിധിയിൽ ഈ വ്യക്തിയുടെ കർമ്മം വന്നു കഴിഞ്ഞാലാണ് ആ വ്യക്തിയെ കൊലപാതകി എന്ന് പറയാൻ സാധിക്കും. ബലാത്സംഗത്തിന് ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. ആ നിർവചനത്തിന്റെ പരിധിയിൽ
ആ വ്യക്തിയുടെ കർമ്മം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി അപ്രകാരം ആരോപിക്കുക. അങ്ങനെ ഓരോന്നിനും ഓരോ നിർവചനം നമ്മുടെ ന്യായ സംഹിതകള്, നമ്മുടെ നീതിന്യായ ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ നിർവചനത്തിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മെ അപ്രകാരം വിളിക്കാൻ പാടുള്ളൂ. നമ്മൾ ചോദിക്കട്ടെ, ഒരാൾ ഒരു മുന്നോക്കക്കാരനാണെന്ന് പറയുന്നു, പിന്നോക്കക്കാരനാണെന്ന് പറയുന്നു, ഏത് നിർവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഭരണഘടനയിലെ അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് അനുകൂലമായി എഴുതപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലുള്ള ന്യായ നീതിന്യായ സംഹിതകൾ ഇത്യാദി ഗ്രന്ഥങ്ങളിൽ എവിടെയാണ്, ഏത് നിർവചനമാണ് ഇയാൾ പിന്നോക്കക്കാരനാണ്? നമുക്ക് വ്യാവഹാരികമായിട്ട് അപ്രകാരം നിർവചനമുണ്ട്. അത് SC/ST OBC കാറ്റഗറി, അത് വേറെ വശം. നാം പറഞ്ഞു വന്നത് ഇയാൾ ഒരു ശൂദ്രനാണ്, അല്ലെങ്കിൽ ഇയാൾ ഒരു ബ്രാഹ്മണനാണ്, ഇയാൾ ഒരു വൈശ്യനാണ്, ഇയാൾ ഒരു ക്ഷത്രിയനാണ് എന്ന് ഏത് ഗ്രന്ഥത്തിലാണ് നിർവചനം ചെയ്തത്? ഭരണഘടനയുടെ. അപ്പൊ ഭരണഘടനയല്ല നമ്മളിൽ പിന്നോക്കം മുന്നോക്കം എന്ന മുദ്ര കുത്തിയത്. നമ്മളിൽ പിന്നോക്കം മുന്നോക്കം എന്ന മുദ്ര കുത്തിയത് അനാദികാലത്തിൽ നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത കാലത്തിന് മുമ്പേ ഇവിടെ നിലനിന്നിരുന്ന ധർമ്മശാസ്ത്രങ്ങൾ, നീതിശാസ്ത്രങ്ങൾ, സ്മൃതി വാക്യങ്ങളാണ് ഇയാൾ പിന്നോക്കം, ഇയാൾ മുന്നോക്കം എന്ന് മുദ്ര കുത്തിയത്. അപ്പൊ നോക്കൂ, ഐത്തത്തിന്റെ ആരംഭം എവിടെയാണ്? ഐത്തത്തിന്റെ ആരംഭം ഇത്തരം ഗ്രന്ഥങ്ങളിൽ തന്നെയാണ്. ഇനി വളരെ രസകരമാണ് ഈ പിന്നോക്ക നിർവചനങ്ങളെ വിചാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക്, കാരണം നമ്മളൊരു പൊതു ചർച്ചയായതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ തുറന്ന് പരാമർശിക്കാൻ സ്വാതന്ത്ര്യക്കുറവുണ്ട്. എങ്കിൽ കൂടി പറയാം. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ജാതി വിഭാഗത്തെ, ഇപ്പൊ വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മൾ എല്ലാവരുടെയും പേരിന്റെ പുറകിൽ സർനെയിം ഉണ്ടാവും. ഇപ്പൊ കേരളത്തിൽ സർനെയിം ഇല്ല. കേരളത്തിൽ അതിന് പകരം ഇനീഷ്യലാണ് ഉള്ളത്. PT, CT, BT എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ ഇനീഷ്യൽ ഉണ്ടാകും. അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയുടെ പേര് ചേർത്ത് പറയും, അല്ലെങ്കിൽ ആ നാടിന്റെ പേര് ചേർത്ത് പറയും, അല്ലെങ്കിൽ ആ വീടിന്റെ പേര് ചേർത്ത് പറയും. ഇങ്ങനെയാണ് കേരളത്തിൽ ഒരാളുടെ നാമം അറിയപ്പെടുന്നത്. പക്ഷെ വടക്കേന്ത്യയിൽ എല്ലാവരുടെയും പേരിന്റെ പുറകിൽ സർനെയിം ഉണ്ടാകും. അപ്പൊ ആ സർനെയിമിൽ നിന്നാണ് ഇവൻ ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ എന്നറിയാം. സർനെയിം ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് പേര്? ആ പേര് അജിത്ത് മിശ്ര. അജിത്ത് മിശ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഹ്മണനാണ്. മിശ്ര എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനാണ്. എന്താണ് പേര്? ദേവദത്ത ശർമ്മ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനാണ്. ആ സർനെയിം അടിസ്ഥാനത്തിൽ ശർമ്മ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സർനെയിമിൽ പെടുന്നതാണ്. എന്താണ് പേര്? അജിത്ത് ഗുപ്ത. അജിത്ത് ഗുപ്ത എന്ന് പറഞ്ഞാൽ വൈശ്യവിഭാഗത്തിൽ പെടുന്ന ആളുകളാണ്. അങ്ങനെ സർനെയിമിലൂടെ ഇവൻ ഇങ്ങനെ ഒരു ജാതിയാണെന്ന് അവർ കൽപ്പിക്കുന്നു. ഇനി വിചിത്രമായ കാര്യം, വിവിധ പ്രദേശങ്ങളിലുള്ള സർനെയിമുകൾക്കും വ്യത്യാസമുണ്ട്. കേരളത്തില് സവർണ വിഭാഗങ്ങൾക്കിടയിൽ പറയുന്ന പല സർനെയിം, അത് നമ്മൾ വടക്കേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ വടക്കേന്ത്യയിൽ ചിലപ്പോൾ ആ സർനെയിം പിന്നോക്ക വിഭാഗത്തെ സൂചിപ്പിക്കുന്നതായിരിക്കും. ഒരിക്കല് നമ്മളൊരു ചെറിയൊരു പഠനത്തിന് വേണ്ടിയിട്ട് വ്യക്തിപരമായ ഒരു അനുഭവം പങ്കുവയ്ക്കുക. ഒരു ചെറിയൊരു പഠനത്തിന് വേണ്ടിയിട്ട് ഉത്തര ഭാരതത്തിലെ ഒരു ആശ്രമത്തിൽ ചേരുകയുണ്ടായി. ഒരു വേദാന്ത പഠന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അധ്യയനമാണ്. ഇപ്പൊ മലയാളിയായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ ഹിന്ദി ഭാഷക്കാരാണ്. UP നിന്ന് വന്നവരുണ്ട്, അതേപോലെ നേപ്പാളിൽ നിന്ന് വന്നവരുണ്ട്, ഒക്കെ ചെറുപ്പക്കാരാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഒരു ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന, താമസിച്ച് പഠിക്കുന്ന ഒരു ക്യാമ്പാണത്, ഗുരുകുല സമ്പ്രദായത്തിൽ. അപ്പൊ ഞങ്ങളൊക്കെ ആ ക്യാമ്പിൽ പങ്കെടുത്തു. അപ്പൊ ആദ്യത്തെ ദിവസം ആ ക്യാമ്പിന്റെ മുഖ്യ ആചാര്യനുണ്ട്, 2 ആചാര്യനുണ്ട്. ഒന്ന് ആവാസീയ ആചാര്യനാണ്. ആവാസീയ ആചാര്യൻ എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ ആചാര്യൻ, ഞങ്ങളുടെ കൂടെ താമസിച്ച് ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും സഹായ സഹകരണങ്ങളും നൽകുന്ന ഒരാളെയാണ് റെസിഡൻഷ്യൽ ആചാര്യൻ. അദ്ദേഹം ഒരു സന്യാസിയായിരിക്കും, ആവാസീയ ആചാര്യൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു മുഖ്യ ആചാര്യനും ഒരു മുതിർന്ന സന്യാസികാരനായിരിക്കും. ഇപ്പൊ ഞങ്ങളൊക്കെ ഒരു ദിവസം അവിടെ എല്ലാവരും ഒത്തുകൂടി. ആ ക്ലാസിന്റെ ആദ്യ ദിവസം, അതിന്റെ തലേ ദിവസം രാത്രി മുഖ്യാചാര്യൻ ഞങ്ങളെല്ലാവരെയും അദ്ദേഹത്തിന്റെ റൂമിലേക്ക് ക്ഷണിച്ചു, എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി. വേദാന്തത്തിന്റെ വലിയൊരു ഫിലോസഫറാണ്, അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം.
ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. 2 വർഷം മുമ്പ് സമാധിയായി. അപ്പൊ ഞങ്ങൾ എല്ലാവരെയും മുറിയിലേക്ക് വിളിച്ചു. എന്നിട്ട് എല്ലാവരോടും ഹിന്ദിയിൽ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരുടെയും പൂർണ്ണമായ പേര് പറയണമെന്ന്. പൂർണ്ണമായ പേരെന്ന് പറഞ്ഞാൽ സർനെയിമോട് കൂടി. അപ്പൊ സർനെയിമോട് കൂടിയ പേര് പറയുമ്പോൾ ആ വ്യക്തി ഇന്ന ജാതിയിൽപ്പെട്ട ആളാണെന്ന് ഈ ആചാര്യന് മനസ്സിലാവും. അപ്പൊ എന്തുകൊണ്ടാണത് മനസ്സിലാക്കുന്നത്? കാരണം ഒരു ക്യാമ്പിൽ, ഒരു സത്രത്തിൽ, ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ വന്നാൽ അവർക്ക് സേവനങ്ങൾ കൊടുക്കണം. അവരുടെ പഠനത്തിന്റെ കൂടെ തന്നെ ഓരോ ഡ്യൂട്ടി കൊടുക്കണം. നീ ഇന്ന ഡ്യൂട്ടി ചെയ്യും, നീ അതിഥികൾ വന്നാൽ ഭക്ഷണം വിളമ്പാൻ വേണ്ടി പോകൂ, നീ അമ്പലത്തിൽ പൂജയ്ക്ക് സഹായിക്കൂ, നീ ആചാര്യനെ സഹായിക്കൂ. അങ്ങനെ വിദ്യാർത്ഥികൾക്ക്, പഠിതാക്കൾക്ക് ഓരോ ഡ്യൂട്ടി കൊടുക്കും. അപ്പൊ ആ ഡ്യൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേര് ചോദിക്കുന്നത്. ആഹാ, അതെങ്ങനെ നമുക്ക് ഒരു വ്യക്തിയുടെ പേരിൽ നിന്ന് ആ വ്യക്തിക്ക് ഡ്യൂട്ടി കൊടുക്കാൻ പറ്റും? കാരണം പേര് ചോദിച്ചു കഴിഞ്ഞാൽ പേര് പറയുമ്പോൾ അറിയാം ഇവൻ ബ്രാഹ്മണനാണ്, അതുകൊണ്ട് ഇവനെ അമ്പല കാര്യങ്ങൾക്ക് പറഞ്ഞയക്കാം. ഇവൻ വൈശ്യനാണ്, അതുകൊണ്ട് ഇവനെ റിസപ്ഷനിലേക്കോ മറ്റേതിലേക്കോ പറഞ്ഞയക്കാം. ഇവൻ ഒരു ശൂദ്രനാണ്, അതുകൊണ്ട് ഇവനെ സേവന കാര്യങ്ങൾക്ക് വേണ്ടി, ആചാര്യന്റെ പാദസേവ അല്ലെങ്കിൽ മറ്റ് അതിഥികളുടെ സേവ, അതിനു വേണ്ടി പറഞ്ഞയക്കാം. കാരണം ഈ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഒരുവന്റെ കർമ്മം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നോക്കൂ, ഒരു ഉന്നതമായ ഒരു വേദാന്ത ദർശനം പഠിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന ആ വിദ്യാർത്ഥികളുടെ ജാതിയെ അറിയുക എന്നുള്ളതാണ് ഈ ആചാര്യന്റെ ഉദ്ദേശം. അപ്പൊ ഞാനിരിക്കുന്നു, എല്ലാവരും ഇരിക്കുന്നു, ഓരോരുത്തരോട് ചോദിക്കുന്നു. അപ്പോ മലയാളിയായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. ഓരോരുത്തർ പറയുന്നു മനോജ് മിശ്ര, ഇനി അങ്ങനെ പറയുന്നു ഉപാധ്യായ, ദ്വിവേദി, ചതുർവേദി എന്നൊക്കെ ചേർത്ത് പലരും പറയുന്നു. അപ്പൊ എന്റെ അടുത്തേക്ക് എത്തി. അപ്പൊ മലയാളിയായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, എന്താണ് അങ്ങയുടെ പേരെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പൂർവാശ്രമത്തിലെ പേര്, ആ പേരിന്റെ കൂടെ നമ്മുടെ അച്ഛന്റെ പേരും കൂടി ചേർത്ത് ദാസ്, പൂർവാശ്രമത്തിലെ പേര് ഇനി നിഖിൽ എന്നിരിക്കട്ടെ എന്ന് കരുതുക. ആ നിഖിലിന്റെ കൂടെ അച്ഛന്റെ പേരും കൂടി ചേർത്ത്, അച്ഛന്റെ പേര് ശിവദാസ് എന്നതിലെ ദാസും ചേർത്ത് നിഖിൽ ദാസ് എന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ടും നിഖിൽ ദാസ് എന്നാണ് പൂർണ്ണമായ പേര് എന്ന് കരുതുക പൂർവാശ്രമത്തിൽ. ഇപ്പൊ നിഖിൽ ദാസ് എന്ന് പറഞ്ഞപ്പോ പഞ്ചാബില് ദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണ സർനെയിമാണ്. അപ്പൊ നിഖിൽ ദാസ് എന്ന് പേര് കേട്ടപ്പോഴേ ഈ ആചാര്യന് വലിയ സന്തോഷമായി. ആഹാ, ദാസ് അപ്പായെ ബൈറ്റിയെ സാമനെ ബൈറ്റിയെ എന്ന് പറഞ്ഞ് പിടിച്ച് മുമ്പിലിരുത്തി. അദ്ദേഹം കരുതി ഏതോ ഒരു ഉന്നത ബ്രാഹ്മണ മേമന ഇല്ലത്ത് വാമനൻ നമ്പൂരിയുടെ വല്ല മകനോ ആണോ എന്ന് കരുതി പുള്ളിക്കാരൻ നമ്മളെ മുമ്പിൽ വെച്ചിരുത്തി. അപ്പൊ എനിക്ക് സംഭവം മനസ്സിലായില്ല, എന്തുകൊണ്ട് പുള്ളിക്കാരന് പെട്ടെന്ന് എന്നോട് സ്നേഹം വന്നു. അപ്പൊ എന്നോട് വേറൊരാള് പറഞ്ഞു, അങ്ങ് പഞ്ചാബില് ദാസ് എന്നുള്ള സർനെയിം ബ്രാഹ്മണനാണ്. അപ്പൊ ഞാൻ ഈ ആചാര്യനോട് പറഞ്ഞു, ഞാൻ പഞ്ചാബിയോ അല്ലെങ്കിൽ ഒറീസക്കാരനോ അല്ല, ഞാനൊരു മലയാളിയാണ്. ആചാര്യൻ ചോദിച്ചു, മലയാളത്തിലും കേരൾ മേ ബി ദാസ് ലോഗ് ഹോത്താ ഹൈ കിയ, കേരളത്തിലും ഈ ദാസ് എന്ന് പറയുന്ന സർനെയിമുള്ള ആൾക്കാരുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ദാസ് എന്നുള്ളത് എന്റെ അച്ഛന്റെ പേരാണെന്ന്. പിന്നെ ആചാര്യൻ കുറെ നേരം മൗനമായിരുന്നു. ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കൂ, ഒരു ആ വ്യക്തിയുടെ സർനെയിമിൽ നിന്ന് ആ വ്യക്തിയുടെ വർണ്ണത്തെ, ജാതിയെ തിരിച്ചറിയുകയും ആ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇവന് ജോലികൾ കൊടുക്കുകയും ചെയ്യും. ഇനി നോക്കണ്ടേ, ഞാൻ വളരെ എന്താ പറയാ, വെറും ഒരു ഇതിനു വേണ്ടി മാത്രം പറയാം, ഒരു ദൃഷ്ടാന്തത്തിന് മാത്രം പറയാം. അപ്പോ എൻ്റെ അടുത്ത് വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി വന്നിരിക്കുന്നത് യു.പിയിൽ നിന്നാണ്. 2 പെൺകുട്ടികൾ വന്നിരുന്നു. അതിലൊരു പെൺകുട്ടി യു.പിക്കാരിയാണ്. അപ്പൊ ആ പെൺകുട്ടിയോട് പേര് ചോദിച്ചു. ആ പെൺകുട്ടിയുടെ പേര് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ പേര് ശാരദ വർമ്മ എന്ന് പറഞ്ഞു. ഇത് സത്യമായ കാര്യമാണ്, നമ്മുടെ അനുഭവമാണ് പറയുന്നത്. ശാരദ വർമ്മ. ഞാൻ ആലോചിച്ചു, ഏതോ കോവിലകത്തിലോ കൊട്ടാരത്തിലെ കുട്ടിയായിരിക്കും. അപ്പൊ യു.പിയിൽ വർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോനാർ എന്നാണ് അർത്ഥം. നമ്മുടെ കേരളത്തിൽ സ്വർണ്ണപ്പണി ചെയ്യുന്ന ആ വിഭാഗത്തിന്റെ സർനെയിമാണ് യു.പിയിൽ വർമ്മ. അപ്പൊ കേരളത്തിൽ ഏതെങ്കിലും വ്യക്തി ഉത്തർപ്രദേശിൽ പോയി ഞാൻ വർമ്മയാണെന്ന് പറഞ്ഞ് അഭിമാനിച്ചു കഴിഞ്ഞാൽ അവിടെ ജാതിപരമായ ചിന്ത വെച്ച് ആ വ്യക്തിയെ താഴ്ന്ന നിലയിലേക്കാണ്. അപ്പൊ നോക്കൂ, സർനെയിം നോക്കൂ, സർനെയിം വളരെ, ഒരു സ്ഥലത്തെ സർനെയിം അവനെ ഉയർന്ന ഗോത്രത്തെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അതേ പേര് മറ്റൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ സർനെയിം അവനെ താഴ്ന്ന ഗോത്രമായിട്ട് സ്വീകരിക്കുന്നു. ദാസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ബംഗാളിലേക്ക് പോയി കഴിഞ്ഞാൽ ദാസ് എന്ന് പറഞ്ഞാൽ ക്ഷത്രിയ വിഭാഗത്തിൽ അല്ലെങ്കിൽ വൈശ്യ വിഭാഗത്തിൽ പെടുന്ന പേരാണ്.
ഒറീസയിലേക്ക് പോയി കഴിഞ്ഞാൽ ദാസ് എന്നുള്ള സർനെയിം ചേർത്ത് കഴിഞ്ഞാൽ അത് ശൂദ്ര വിഭാഗത്തിൽ പെടുന്ന പേരാണ്. പഞ്ചാബിലേക്ക് പോയി നമ്മുടെ കൂടെ രമേഷ് ദാസ് സതീഷ് ദാസ് പറഞ്ഞാൽ ബ്രാഹ്മണ വിഭാഗത്തിൽ പെടുന്ന പേരാണ്. അപ്പോ സർനെയിമുകൾക്ക് എന്ത് ആധാരം? ആരാണ് ഒരു വ്യക്തിയെ കാറ്റഗറൈസ് ചെയ്ത് ഇവൻ ബ്രാഹ്മണനാണ്, ഇവൻ ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണെന്ന് ആരാണ് പറഞ്ഞത്? ഇനി കേരളത്തിലെ ഒരു പ്രബല സമുദായമുണ്ട്. ആ പ്രബല സമുദായത്തെ പണ്ടത്തെ കാലങ്ങളിൽ മലയാള ശൂദ്രന്മാർ എന്നാണ് പറഞ്ഞിരുന്നത്. മലയാള ശൂദ്രന്മാർ. കുറെ കഴിഞ്ഞപ്പോൾ ഈ സമുദായം പറയുകയുണ്ടായി, ഞങ്ങൾ ശൂദ്രന്മാരല്ല, മറിച്ച് ക്ഷത്രിയന്മാരാണ്, പടയാളികളാണ്, ക്ഷത്രിയന്മാരാണ്. കാരണം വടക്കേ ഇന്ത്യയിൽ സന്യാസത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ സന്യാസത്തിന്റെ അപേക്ഷാ ഫോറം നമുക്ക് കിട്ടും പല ആശ്രമങ്ങളിൽ. ആ അപേക്ഷാ ഫോറത്തിൽ നമ്മൾ എഴുതണം, നമ്മുടെ ജാതി ചോദിക്കും, നിങ്ങൾ ഏത് ജാതിയാണ്, ഏത് വർണ്ണമാണ്. ഇപ്പൊ നമ്മൾ ശിവഗിരി മഠത്തിൽ സന്യാസത്തിന് വേണ്ടി പോയി. ഇപ്പൊ ശിവഗിരി മഠത്തിൽ സന്യാസത്തിന് മുമ്പ് അല്ലെങ്കിൽ ട്രസ്റ്റ് അംഗത്തിന് മുമ്പ് ഒരു അപേക്ഷാ ഫോം കിട്ടും. ആ അപേക്ഷാ ഫോമിൽ പറയുന്നത് നിങ്ങൾ ജാതി മത ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ തയ്യാറാണോ എന്നാണ്. നമുക്ക് എത്ര വലിയൊരു സംരക്ഷണമാണ് മഹാഗുരുവിന്റെ ഒരു കരവലയത്തിൽ നമുക്ക് ലഭിക്കുന്നത്. നേരെ മറിച്ച് മറ്റൊരു വടക്കേന്ത്യൻ ഒരു ആശ്രമത്തിൽ, ഏറ്റവും പ്രസിദ്ധങ്ങളായ ആശ്രമത്തിൽ സന്യാസ ദീക്ഷയ്ക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ ആ അപേക്ഷാ ഫോറം, നമ്മൾ ഈ അപേക്ഷാ ഫോറം ഒരുപാട് വായിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്, വെറുതെ പറയുന്നല്ല. ആ അപേക്ഷാ ഫോറമത്തിൽ ഒരു കള്ളിയാണ്, നിങ്ങളുടെ ജാതി ഏത്, നിങ്ങളുടെ വർണ്ണം ഏത്, ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ. അപ്പൊ ജാതിയും വർണ്ണവും ചോദിക്കാൻ കാരണം ഓരോ സംസ്ഥാനത്തെ ജാതികള് പല പല വർണ്ണത്തിലായിരിക്കും പെടുന്നത്. ഇപ്പൊ നമ്മൾ കേരളത്തിലെ ഇന്ന ജാതിയാണെങ്കിൽ നാം ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ ശൂദ്രനാണോ എന്നും കൂടി നമ്മൾ അതിൽ ടിക്ക് ചെയ്യണം. ഇപ്പൊ ഞാൻ കേരളത്തിൽ ഒരു പ്രബല സമുദായത്തിൽ ജനിച്ചു, ശരി, ഞാൻ ക്ഷത്രിയൻ. ഞാൻ കേരളത്തിലെ ഇന്ന ഒരു പ്രബല സമുദായത്തിൽ ജനിച്ചു, ആ സമുദായത്തിന്റെ പേരും ആ സമുദായം ഏത് വർണ്ണത്തിൽ പെടുന്നു, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ആണെന്നുള്ള ടിക്ക് ചെയ്യണം. ഇത് പറഞ്ഞു വരുന്നത് കേരളത്തിൽ ഇന്ന് നിലവിലുള്ള ഒരു പ്രബല സമുദായം, ആ പ്രബല സമുദായം വടക്കേ ഇന്ത്യയിൽ കുറെ കാലത്തോളം ശൂദ്ര വിഭാഗത്തിലായിരുന്നു അറിയപ്പെട്ടത്. അപ്പൊ ആ സമുദായത്തിൽ നിന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വടക്കേ ഇന്ത്യയിൽ ആശ്രമങ്ങൾ സന്യാസം കൊടുക്കുന്നതിന് മുമ്പ് ശൂദ്രൻ എന്നുള്ള ടിക്ക് ചെയ്യും, ഈ സമുദായം ശൂദ്ര വിഭാഗമാണ്, അതുകൊണ്ട് സന്യാസത്തിന് അർഹതയില്ല. അപ്പൊ എന്ത് ചെയ്തു, ഈ സമുദായത്തിന്റെ ആചാര്യന്മാരും വിചക്ഷണന്മാരും ഇതിനെ ഒന്ന് പരിഷ്കരിച്ച് ഈ സമുദായം ശൂദ്ര വിഭാഗത്തിൽ പെടുന്നതല്ല, ഇത് ക്ഷത്രിയന്മാരാണ് ഞങ്ങളുടെ സമുദായം എന്ന് സ്ഥാപിക്കാൻ തുടങ്ങി. അപ്പൊ ഒരു വലിയൊരു സന്യാസി വരും, വളരെ വളരെ വലിയ വിദ്വത്വമുള്ള, ഉത്തര ഭാരതത്തിലെ 3 ശ്രേഷ്ഠരായ സന്യാസിമാരിൽ ഒരാള് എന്നറിയപ്പെടുന്ന മലയാളിയായ ഒരു സന്യാസി വരും. ആ സന്യാസി വരും ഒരിക്കല് ഒരു വലിയൊരു ഗ്രന്ഥം എഴുതി, വളരെ പ്രൗഢമായ ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗത്ത്, ആമുഖ ഭാഗത്ത് മുഴുവൻ അദ്ദേഹം ചേർത്തിരിക്കുന്നത് കേരളത്തിലെ ഈ പ്രബല സമുദായം ശൂദ്രവർണ്ണത്തിലല്ല പെടുന്നത്, മറിച്ച് ക്ഷത്രിയ വർണ്ണത്തിലാണ് പെടുന്നത് എന്ന കാര്യമായിരുന്നു ചേർത്തിരുന്നത്. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം കുറെ ന്യായങ്ങളും എടുത്തുന്നു. അപ്പൊ നമ്മളിതൊക്കെ പറഞ്ഞത് ഈ ഐക്യത്തിന്റെ മൂല കാരണം ധർമ്മശാസ്ത്രങ്ങളിൽ ഒരു വ്യക്തി ഇന്ന വർണ്ണമാണ്, ഇന്ന വർണ്ണമാണ്, ഇന്ന വർണ്ണമാണ് എന്ന് എഴുതി വെച്ചതാണ്. അതുകൊണ്ട് ആ വ്യക്തി ഇന്ന വർണ്ണത്തിൽ പെട്ടതാണെങ്കിൽ അവനോട് ഇപ്രകാരം വ്യവഹരിക്കാം, ആ വ്യക്തി ഇന്ന വർണ്ണത്തിൽ പെടുന്നതല്ലെങ്കിൽ അവനോട് ഇപ്രകാരം വ്യവഹരിക്കരുത് എന്ന് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിൽ എഴുതി വെച്ചത് കൊണ്ടാണ് അതിനെ പിൻപറ്റി 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 അത് ഒരു സമൂഹത്തിന്റെ ജീവിതമായി തീർന്ന് അസ്പൃശ്യത, അയിത്തമെല്ലാം ഉണ്ടായത്. അല്ലാതെ നമ്മൾ അയിത്തത്തെ സരളവൽക്കരിക്കരുത്. അത് വലിയ അത്രയ്ക്കും അധികം ആഴത്തിൽ സമൂഹത്തെ സ്വാധീനിച്ച, സമൂഹത്തെ വരിഞ്ഞു മുറുക്കിയ, ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവിടെ രൂഢമൂലമായി നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാന ക്രമത്തിനെതിരെ സൈദ്ധാന്തിക തലത്തിൽ, ദാർശനിക തലത്തിൽ വിരലുയർത്തിയത് സ്വാമി തൃപ്പാദങ്ങളാണ്. സ്വാമി തൃപ്പാദങ്ങൾക്ക് മുമ്പ് ഈ ജാതി വ്യവസ്ഥിതിക്കെതിരെ പലരും പോരാടിയിട്ടുണ്ട്, ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ജാതി വ്യവസ്ഥിതിയെ, ചാതുർവർണ്ണത്തെ ദാർശനികമായിട്ട് ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് ഇന്നിന്ന കാരണങ്ങൾ കൊണ്ട് തെറ്റാണ് എന്ന് ദാർശനികമായി ചൂണ്ടിക്കാണിച്ച് അതിനെ തിരുത്താൻ
ധൈര്യം കാണിച്ചത് സ്വാമി തിരുപ്പാദങ്ങൾ മാത്രമാണ്. അപ്പൊ നമ്മൾ അതിന് മുമ്പേയുള്ള ഏത് ആചാര്യൻ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആ ആചാര്യൻ സാമൂഹിക ജീവിതത്തിൽ നിലനിൽക്കുന്ന ജാതി വിവേചനത്തിനെതിരെ പടപൊരുതിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ സാധിക്കില്ല. ഒരുപാട് ആചാര്യന്മാരുണ്ട്. ആര്യ സമാജത്തിലെ ദയാനന്ദ മഹർഷി തൊട്ട് അതിന് മുമ്പേയും പിമ്പേയും ഒരുപാട് പേര് സാമൂഹിക ജീവിതത്തിൽ മനുഷ്യർക്കിടയിൽ നിലനിന്നിരുന്ന ജാതി വിവേചനത്തിനെതിരെ ശക്തമായിട്ട് അവര് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ജാതി വിവേചനത്തിന്റെ മൂല കാരണം, അതിന്റെ മൗലിക തത്വങ്ങൾ ധർമ്മശാസ്ത്ര സ്മൃതി ഗ്രന്ഥങ്ങളിലാണ് ഉള്ളത്. അതുകൊണ്ട് അതിനെ സൈദ്ധാന്തികമായി പരിഷ്കരിച്ച ആചാര്യൻ, സന്യാസി വര്യൻ അല്ലെങ്കിൽ യുഗപുരുഷൻ സ്വാമി തിരുപ്പാദങ്ങൾ മാത്രമാണ്. സ്വാമി തിരുപ്പാദങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ശരിയായിട്ട് ഹിന്ദുമതം വലിയൊരു പതനത്തിലേക്ക് പോകുമായിരുന്നു. ഹിന്ദുമതത്തിന്റെ ഇന്നോളം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പരിഷ്കർത്താക്കളിൽ അഗ്രഗണ്യ സ്ഥാനമുള്ളത് സ്വാമി തിരുപ്പാദങ്ങൾക്ക് മാത്രമാണ്. അപ്പോ അസ്പൃശ്യതയുടെ യഥാർത്ഥ കാരണത്തിലേക്ക് ഒന്ന് വിരൽ ചൂണ്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിന്റെ ആമുഖത്തിലും ഇത്രയും സംസാരിച്ചത്. നമുക്ക് കേജിത് സദാചാര ഭവന്തി, ചില ആളുകൾ സദാചാരന്മാരായിട്ട് തീരുന്നു, ചില ആളുകൾ ദുഷ്ചരിതന്മാരായിട്ട് തീരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 3-ാമത്തെ ശ്ലോകം സമാപ്തമാകുകയാണ്. അതേ ആശയം തന്നെയാണ് അടുത്ത ശ്ലോകത്തിലുമുള്ളത്. ഇനി അടുത്ത ശ്ലോകം പറയുന്നു, നോക്കൂ, ശ്ലോകം 5, 2-ാമത്തെ അധ്യായത്തിൽ 5, ഗ്രന്ഥത്തിലെ ശ്ലോക ക്രമസംഖ്യ പ്രകാരം ശ്ലോകം 18. അപ്പൊ പുസ്തകമുള്ളവർ ആ ശ്ലോകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യഥാ കാമം ചരന്ത്യേകേ ശൗചാചാരാദി വർജിത, യഥാ കാമം ചരന്ത്യേകേ ശൗചാചാരാദി വർജിത, അനേകദേവ വിശ്വാസാദ് ഉന്മത്താ ഇവ സർവതാ, യഥാ കാമം ചരന്ത്യേകേ ശൗചാചാരാദി വർജിത, അനേകദേവ വിശ്വാസാദ് ഉന്മത്താ ഇവ സർവതാ. അതിന്റെ അന്വയം, ഏകേ കുറച്ച് ആൾക്കാര്, അനേക ദേവ വിശ്വാസാദ് അനേക ദേവന്മാരുള്ള വിശ്വാസം കൊണ്ട്, അല്ലെങ്കിൽ അനേക ദേവന്മാരിലുള്ള വിശ്വാസം ഹേതുവായിട്ട്, പഞ്ചമിയിലാണ് വിശ്വാസാദ് എന്നുള്ള വാക്ക് പ്രയോഗിച്ചത്, അതുകൊണ്ട് വിശ്വാസം ഹേതുവായിട്ട്, ശൗചാചാരാദി വർജിത, ശൗചം അതേപോലെ ആചാര അനുഷ്ഠാനങ്ങൾ, ഇതിനെയെല്ലാം ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഇതിനെയെല്ലാം ഉപേക്ഷിക്കപ്പെട്ടവരായി തീർന്നിട്ട്, ഉന്മത്താ ഇവ സർവതഃ യഥാ കാമം ചരന്തേ, ഉന്മത്താ ഇവ, ഉന്മത്തന്മാരെ പോലെ, ചിത്തഭ്രമം സംഭവിച്ചവരെ പോലെ, ഭ്രാന്തന്മാരെ പോലെ, സർവതഃ എല്ലായിടത്തും, യഥാ കാമം ചരന്തി, യഥാ കാമം എന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെ, ഇപ്പൊ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ തോന്നിയതുപോലെ, തൻ്റെ ഇഷ്ടം പോലെ, തനിക്ക് തോന്നിയതുപോലെ ചരന്തി, ചുറ്റിത്തിരിഞ്ഞു നടക്കുന്നു അഥവാ ജീവിക്കുന്നു. അപ്പൊ എന്താണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം? ചിലർ അനേക ദൈവവിശ്വാസികളായി ആചാരവും ശുദ്ധിയുമില്ലാതെ വെറും ഭ്രാന്തന്മാരെ പോലെ തോന്നിയതുപോലെ സർവത്ര ചുറ്റിത്തിരിഞ്ഞു നടക്കുന്നു. അപ്പൊ ഇതില് നമുക്ക് 2-3 കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഒരു പ്രത്യേക ശ്ലോകമാണ്. ശൗചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുചിത്വമാണ്. ഇപ്പൊ ശൗചത്തെയും ആചാരത്തെയും വർജിച്ചിട്ട് എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് ശ്ലോകത്തിൽ. ശൗചം എന്ന വാക്കിന്റെ അർത്ഥം ശുചിത്വമാണ്. നമ്മൾ പഞ്ചശുദ്ധി പഠിക്കുമ്പോൾ പഞ്ചശുദ്ധിയിൽ കൂടുതലായിട്ട് ശുചിത്വം എന്താണെന്ന് നമുക്ക് ആ സന്ദർഭത്തിൽ പഠിക്കാം. ഇപ്പൊ ശുചിത്വം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബാഹ്യമായിട്ടുള്ള ശുചിത്വമാണ്. കുളിക്കുക, അതേപോലെ ബാഹ്യമായ വസ്ത്രങ്ങൾ കഴുകി ഉണക്കി ശുദ്ധമായ വസ്ത്രങ്ങൾ ധരിക്കുക, അങ്ങനെ ബാഹ്യമായ നമ്മുടെ ശുദ്ധികൾ, അതിനെയാണ് ശൗചം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനിയോ ആചാരം എന്ന് പറഞ്ഞു. ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാഹ്യമായ ശുദ്ധികൾ നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, അതേപോലെ
ഈശ്വരോപാസന തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ക്രമേണ നമ്മുടെ അന്ധകരണം ശുദ്ധമാകും. അപ്പൊ അന്ധകരണം ശുദ്ധമായാൽ, മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ, ആ അന്ധകരണ ശുദ്ധിയിൽ നിന്ന് ഉത്പന്നമാകുന്ന ഒരു ജീവിത ശൈലിയുണ്ട്. ആ ജീവിത ശൈലിയുടെ പേരാണ് എന്ത്? ആചാരം എന്നുള്ളത്, അഥവാ അനുഷ്ഠാനം എന്നുള്ളത്. ആചാരം എന്ന് പറഞ്ഞാൽ യാന്ത്രികമായിട്ട് നമ്മൾ എന്തിനെങ്കിലുമൊക്കെ ആചരിക്കുക, അനുഷ്ഠിക്കുക, പ്രത്യേക ഒരു കഷ്ടത്തെ പാലിക്കുക എന്നുള്ളതല്ല അർത്ഥം. മറിച്ച് നമ്മുടെ അന്ധകരണം, മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ, ആ ശുദ്ധമായ മനസ്സിൽ നിന്ന്, ആ ശുദ്ധമായ ചിന്തകളിൽ നിന്ന്, വിചാരങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതം ഒന്ന് ക്രമപ്പെടും. ആ ക്രമപ്പെടുന്ന ജീവിതത്തെയാണ് എന്ന് പറയുന്നത് ആചാരം എന്ന് പറയുന്നത്. ആന്തരിക ശുദ്ധിയിൽ നിന്ന് ഉത്പന്നമാകുന്ന ബാഹ്യമായ ജീവിതശൈലി. അപ്പൊ ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. എപ്രകാരം പൂരകങ്ങളാണ്? നല്ല ആചാരങ്ങൾ ഉണ്ടെങ്കിലേ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാലേ നമ്മുടെ ആചാരങ്ങളും ശുദ്ധമാകും. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അപ്പൊ ശുചിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാഹ്യമായിരിക്കുന്ന ശുദ്ധികൾ, ബാഹ്യമായിട്ട് കുളിക്കുക, നനയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യമായിരിക്കുന്ന ശുദ്ധികളിലൂടെ നമ്മുടെ മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ, ആ ശുദ്ധമായ മനസ്സിൽ നിന്ന് ഉത്പന്നമാകുന്ന ഒരു നിയതമായ ജീവിത ശൈലി, അതിനെയാണ് ആചാരം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്രകാരമുള്ള ശൗചം, ആചാരങ്ങള്, ഇവ നഷ്ടമാകുന്നു. ഇവ നഷ്ടമാകുവാൻ കാരണം എന്താണ്? അനേക ദേവവിശ്വാസാത്, അനേക ദേവന്മാരിലുള്ള വിശ്വാസം കൊണ്ട് ശൗച ആചാരാദികൾ നഷ്ടമായിട്ട് പിന്നെ എന്ത് സംഭവിക്കുന്നു? ഉന്മത്ത ഇവ. ശ്രദ്ധിക്കണം, ഭ്രാന്തന്മാർ എന്നല്ല പറഞ്ഞത്. ഇവ എന്നുള്ള വാക്കോടെ കണ്ടു. ഇവ എന്ന് പറഞ്ഞാൽ പോലെ എന്നാണ് അർത്ഥം. ഉന്മത്ത ഇവ എന്ന് പറഞ്ഞാൽ ഭ്രാന്തന്മാരെ പോലെ, ചിത്തഭ്രമം സംഭവിച്ചവരെ പോലെ. വ്യക്തി നല്ല കണ്ടീഷനാണ്, പക്ഷെ അതിന്റെ പെരുമാറ്റം ഭ്രാന്തന്മാരുടെ പോലെയാണ് എന്നാണ്. അനേക ദേവവിശ്വാസാത്, ഉന്മത്തന്മാരെ പോലെ എന്ത് സംഭവിക്കുന്നു? യഥാകാമം ചരന്തി, തോന്നിയതുപോലെ, നമുക്ക് തോന്നുന്നത് പോലെ പല സ്ഥലങ്ങളിലും ചുറ്റിക്കറങ്ങുന്നു, പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ ഒരു പൊതുവായ ഒരു താല്പര്യം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഉന്മത്താവസ്ഥയിൽപ്പെട്ട്, ഒരു ഭ്രാന്തമായ അവസ്ഥയിൽപ്പെട്ട് കുറച്ചാളുകൾ ഇങ്ങനെ ജീവിതത്തിൽ അലയാൻ കാരണം എന്താണ്? ആ അലയാനുള്ള കാരണമാണ് വളരെ നമുക്ക് വിചിത്രമായി തോന്നുന്നത് ശ്ലോകത്തിലൂടെ. എന്താണ് ആ കാരണം? അനേക ദേവവിശ്വാസാത് എന്ന് പറയുന്നു. അനേക ദേവന്മാരിലുള്ള വിശ്വാസം കൊണ്ടാണ് ഇപ്രകാരമൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ ആദ്യമായിട്ട് വിശ്വാസം എന്താണെന്ന് ചർച്ച ചെയ്യണം. എന്താണ് വിശ്വാസം? രണ്ട് കാര്യങ്ങളുണ്ട്, വിശ്വാസവും പ്രമാണവും, അഥവാ വിശ്വാസവും പ്രമാണ വിചാരവും. വിശ്വാസം എന്ന് പറഞ്ഞാൽ പ്രമാണ വിചാരത്തിന് മുമ്പുള്ള അഭ്യൂഹമാണ് വിശ്വാസം. നാം ഒന്നിനെ വസ്തുതാപരമായിട്ട് സ്ഥാപിക്കുന്നതിന് മുൻപ് അവിടെ അങ്ങനെയൊന്നും ഉണ്ടോ, അങ്ങനെയൊന്നും ഇല്ലയോ എന്നുള്ള ഒരു അഭ്യൂഹമുണ്ട്. ആ അഭ്യൂഹത്തെയാണ് നമ്മൾ എന്തു പറയുന്നത്? വിശ്വാസം എന്ന് പറയുന്നത്. ഈ പ്രമാണം എന്ന് പറഞ്ഞാലോ, വസ്തുതാപരമായി ഒന്നിനെ നാം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അവിടെ ഉണ്ട് എന്ന് ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ സ്ഥാപിക്കണം. അത് പ്രത്യക്ഷമായ മാർഗത്തിലൂടെ ആകാം. നമ്മളിത് ദർശനമാലയിൽ പ്രമാണ വിചാരം പഠിച്ചിട്ടുണ്ട്. പ്രത്യക്ഷമായ മാർഗത്തിലൂടെ ആകാം, അനുമാനം കൊണ്ടാകാം, ആഗമത്തിലൂടെയാകാം. ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ ആ വസ്തു അവിടെയുണ്ട് എന്ന് നമ്മൾ സംശയരഹിതമായി സ്ഥാപിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? പ്രമാണ വിചാരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മെ സംബന്ധിച്ച്, ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ആ മനുഷ്യൻ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു ഘട്ടത്തിൽ നല്ല രീതിയിൽ തിരിച്ചറിയുന്നു നമുക്ക് ഒരുപാട് പരിമിതിയുണ്ട്. നമ്മുടെ മുമ്പിൽ കാണുന്ന വ്യാവഹാരികമായ ജീവിതം, ഈ പ്രപഞ്ചം, ഇതൊന്നും നമ്മുടെ കൈപ്പിടിയിൽ പെട്ടെന്ന് ഒതുങ്ങില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിത വിജയത്തിന് വേണ്ടി ഒരു അഭൗമമായ ശക്തിയെ ആശ്രയിക്കണം.
ഒരു അലൗകികമായ ശക്തിയുടെ കാരുണ്യവും സഹായവും കൃപയും ആ ശക്തിയോടുള്ള ആശ്രയഭാവവും ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് മനുഷ്യൻ ഒരു ഘട്ടത്തിൽ തിരിച്ചറിയും. ആ ഘട്ടത്തിലാണ് മനുഷ്യൻ ഈശ്വര വിശ്വാസിയായിട്ട് തീരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ശക്തിയെ കുറിച്ച് തിരിച്ചറിഞ്ഞെങ്കിൽ കൂടിയും ആ ശക്തി എന്താണ്, അതിന്റെ സ്വരൂപം എന്താണ്, ഞാനും അതുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് വൈജ്ഞാനികമായിട്ട് സ്ഥാപിച്ചിട്ടില്ല. അതേസമയം അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്നുള്ള ഉറച്ച ഒരു വിശ്വാസവും. അപ്പൊ ആ വിശ്വാസത്തെയാണ് വാസ്തവത്തിൽ ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത്. ആ ഈശ്വര വിശ്വാസം ഏറ്റവും ശ്രേഷ്ഠമാണ്. എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇവിടെ അനേക വിശ്വാസത്താല്, അനേക ദേവവിശ്വാസത്താൽ നമ്മുടെ മനസ്സ് ഉന്മത്തമായ അവസ്ഥയെ പ്രാപിക്കുമെന്ന് പറയുന്നത്? അപ്പൊ ഇവിടെ സാന്ദ്രവുമായിട്ട് പറയട്ടെ, നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാക്കുകളാണ്. ഇതിനു മുമ്പ് നമ്മളൊരു ക്ലാസ്സിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുമത വിശ്വാസികള് ബഹുദൈവ വിശ്വാസികളാണെന്ന് പറയുന്നു. മറ്റു മതങ്ങളൊക്കെ ഏകദൈവ വിശ്വാസികളാണെന്ന്. ഹിന്ദുക്കള് ബഹുദൈവ വിശ്വാസികളാണ്. കാരണം ഈ അനേക ദൈവ വിശ്വാസം എന്നുള്ള പദം കേൾക്കുമ്പോൾ ബഹുദൈവ വിശ്വാസം എന്ന പദമായിട്ട് നമുക്ക് തോന്നും. മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ആവർത്തിക്കാം. ഹിന്ദു മതം ഒരിക്കലും ബഹുദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു മതമേ അല്ല. ഹിന്ദു മതവും ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മതമാണ്. പക്ഷെ ആ ഏകദൈവ വിശ്വാസം എന്ത് എന്നുള്ളത് നമ്മൾ ഇതേ അധ്യായത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഏകദൈവ വിചാരം അഥവാ ഏകദൈവ ദർശനം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പഠിക്കാം. എങ്കിൽ കൂടി പറയാം, ഹിന്ദു മതത്തിൽ ഒരു ഈശ്വരനേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ. ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന് പറയുന്നു. ഏകം സത് വിപ്രാഹ ബഹുദാ വദന്തി. അതുപോലെ എന്ത് പറയുന്നു? സർവം ഹി സച്ചിദാനന്ദം എന്ന് പറയുന്നു. ഒരേ ഒരു ബ്രഹ്മം. നമുക്കറിയാം ബ്രഹ്മം പലതില്ല എന്ന് ആവർത്തിച്ചിട്ടാണ് ഹിന്ദുമതത്തിന്റെ ദർശനം സ്ഥാപിച്ചത്. ഇവിടെ ഒന്നേ ഉള്ളൂ. പലത് ഉണ്ടെന്ന് തോന്നുന്ന ആളുകള് മൃത്യോസ മൃത്യുമാപ്നോതി എന്ന് പറയുന്നു. അവൻ മൃത്യുവിൽ നിന്നും മൃത്യുവിലേക്ക് പോകുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ ചിന്തിച്ചാൽ ഹിന്ദുമതം ഏകദൈവത്തെയാണ് പറയുന്നത്. പക്ഷെ ആ ഏകദൈവ വിശ്വാസം എബ്രഹാമിക് മതങ്ങളുടെ ഏകദൈവ വിശ്വാസം നിന്ന് ഭിന്നമാണ്. അത് നമ്മൾ മുന്നോട്ട് പഠിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അനേക ദേവതാ സമ്പ്രദായം ഹിന്ദുമതത്തിൽ ഉണ്ടായിട്ടുള്ളത്? നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത ദേവതാ സമ്പ്രദായങ്ങള്, ദേവതാ ഭാവങ്ങള് നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. ഒരുപാട് ദേവതാ ഭാവങ്ങൾ. ഗുരു വളരെ മനോഹരമായിട്ട് ഇതിനെല്ലാം സമന്വയിച്ചുകൊണ്ട് ദർശനമാലയിൽ ആ ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. ആ ശ്ലോകം എനിക്ക് മറന്നുപോയി. ആ ശ്ലോകം ഇപ്രകാരമാണ്: സാ പര, സാ വിഷ്ണു, സാ ശിവ എന്നുള്ള രീതിയിൽ. അവൻ തന്നെയാണ് വിഷ്ണു, അവൻ തന്നെയാണ് ബ്രഹ്മാവ്, അവൻ തന്നെയാണ് ശിവൻ, അവൻ തന്നെയാണ് പ്രകൃതി, അവൻ തന്നെയാണ് സർവവും എന്ന് മനോഹരമായ ഒരു ശ്ലോകം ഈ അനേക ദേവതാവാദങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹിന്ദുമതത്തിൽ ഈ അനേക ദേവതകൾ ഉള്ളത്, ദേവതയും ഈശ്വരനും തമ്മിലുള്ള ഭേദം നമ്മൾ മനസ്സിലാക്കുന്നത്. ഈശ്വരൻ കേവലമായൊരു ബോധശക്തിയാണ്. ആ ബോധശക്തി ഏകമാകാനേ തരമുള്ളൂ. ആ ബോധശക്തി ഒരിക്കലും രണ്ടാകില്ല. കാരണം ബോധം, കോൺഷ്യസ് എന്ന് പറയുന്നത് അത് ഏകമായിരിക്കും. പക്ഷെ ദേവത എന്ന് പറയുന്നത് അത് പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ പുറകിലുള്ള അതിനിയമങ്ങളാണ്. നമ്മൾ ആ വാക്ക് ആവർത്തിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ വാക്കാണ്. ഓരോ പ്രപഞ്ച പ്രതിഭാസങ്ങൾക്ക് പുറകിലും ഓരോ നിയമങ്ങളുണ്ട്, അതിനിയമങ്ങളുണ്ട്, സൂക്ഷ്മ നിയമങ്ങളുണ്ട്. ആ സൂക്ഷ്മ നിയമങ്ങളെ നാം ഒരു ദിവ്യമായ ഭാവത്തിൽ കാണുന്നു, ദിവ്യമായ ഒരു വീക്ഷണത്തിൽ കാണുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ ദേവത എന്ന് പറയുന്നു. ഗംഗാ നദി ഇങ്ങനെ സുഖമായിട്ട് ഒഴുകുന്നു. ആ ഗംഗാ നദി ഒഴുകുന്നുണ്ടെങ്കിൽ ആ ഗംഗാ നദിയെ ഗംഗാ നദിയാക്കി മാറ്റുന്നതിന് പുറകിൽ ഒരു നിയമമുണ്ട്. ആ നിയമം ഇല്ലാതായി കഴിഞ്ഞാൽ ജലഗണങ്ങൾ വിഘടിച്ച് ആ ഗംഗാ നദി എന്നുള്ള സ്വത്വം നഷ്ടമാകും. ഇപ്പൊ ഗംഗാ നദിയെ ഗംഗാ നദിയായി നിലനിർത്തിയ ആ നിയമത്തിൽ നമ്മൾ എന്ത് പറയുന്നു? ദേവത എന്ന് പറയുന്നു. ഒരു സമുദ്രത്തെ സമുദ്രമാക്കി നിലനിർത്തിയ ആ നിയമത്തെ സമുദ്രദേവൻ എന്ന് പറയുന്നു. ഗംഗയുടെ കാര്യത്തിൽ ഗംഗാദേവി എന്ന് പറയുന്നു. സരസ്വതിയുടെ കാര്യത്തിൽ സരസ്വതി ദേവി എന്ന് പറയുന്നു. യമുനാ ദേവി എന്ന് പറയുന്നു. അങ്ങനെ എല്ലാറ്റിനെയും അതാക്കി നിലനിർത്തിയ ഒരു നിയമമുണ്ട്. ഒരു സംഘടനയെ ആ സംഘടനയാക്കി നിലനിർത്തുന്ന ഒരു സൂക്ഷ്മ നിയമമുണ്ട്.
ആ സൂക്ഷ്മ നിയമത്തെ നമുക്ക് വേണമെങ്കിൽ ദേവത എന്ന് പറയാം. ആ ദേവതയുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം പിടിച്ചു നിർത്തുന്നത്. ഒരു കുടുംബത്തെ കുടുംബമാക്കി നിലനിർത്തുന്ന ഒരു സൂക്ഷ്മ നിയമമുണ്ട്. ആ സൂക്ഷ്മ നിയമത്തെ നമുക്ക് എന്ത് പറയാം? ഭരദേവത, കുടുംബത്തിന്റെ ഭരദേവതയാണ്. ഒരു ഗ്രാമത്തെ ഗ്രാമമാക്കി നിലനിർത്തുന്ന ഒരു സൂക്ഷ്മ നിയമമുണ്ട്. ആ സൂക്ഷ്മ നിയമത്തെ, ആ അധിനിയമത്തെ നമുക്ക് ഗ്രാമ്യ ദേവത, ഞങ്ങളുടെ കുലദേവത എന്ന് പറയാം. അങ്ങനെ ഈ പ്രാപഞ്ചിക നിയമത്തെ നമുക്ക് അനുസന്ധാനം കഴിയാൻ സാധിക്കാത്ത, നമ്മുടെ ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്തുള്ള ഈ പ്രാപഞ്ചിക നിയമ വ്യവസ്ഥിതികളെ നമ്മൾ ഹിന്ദുക്കള്, സനാതന ധർമ്മികള് ദേവതകൾ എന്ന് പറഞ്ഞു. അങ്ങനെ ആ നിയമവും നമ്മുടെ ജീവിതവും തമ്മിലൊരു ബന്ധമുണ്ടാകാൻ വേണ്ടി ഞാൻ കൃഷി ചെയ്യുന്നു. യഥാകാലം ഉചിതമായ രീതിയിൽ മഴ പെയ്യണം, അധികമാകരുത്, ഒട്ടും പെയ്യാതെ ഇരിക്കരുത്. അതിനുവേണ്ടി ആ മഴയുടെ പുറകിലുള്ള അധിനിയമത്തോട് ഞാൻ എൻ്റെ പ്രാർത്ഥനയെ സമർപ്പിക്കുകയാണ്. അല്ലയോ ആ നിയമമേ, നീ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ചാലും ധന്യമാക്കിയാലും എന്നോട് കാരുണ്യം കാണിച്ചാൽ. അങ്ങനെ ആ നിയമത്തെ നമ്മൾ മഴയുടെ ദേവതയായിട്ട് സങ്കല്പിച്ചു. ആ ദേവതയും നമ്മുടെ വ്യക്തിജീവൻ തമ്മിൽ ബന്ധമുണ്ടാകാൻ ചില ഉപാസനകൾ, പൂജകള്, ചില നിവേദ്യങ്ങൾ ആ ദേവതയ്ക്ക് സമർപ്പിച്ചു. അപ്പൊ ഇപ്രകാരമാണ് അനേക ദേവതാ സമ്പ്രദായങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഈ എല്ലാ അനേക ദേവതാ ഭാവങ്ങളിലും കുടികൊള്ളുന്നത് ഏകമായ സത്യമാണ്. അതുകൊണ്ടാണ് പൗരാണികർ പറയുന്നത് ഏകം സത് വിപ്രാ ബഹുദാഹ വദന്തി, സത്യം ഒന്നേ ഉള്ളൂ. ആ ഒരേ ഒരു സത്യത്തെ പണ്ഡിതന്മാർ പല ഭാഷയിൽ പറയുന്നു, പല ഭാവത്തിൽ പറയുന്നു. ആ ഒരേ ഒരു സത്യം വിവിധ ഉപാധികളിലൂടെ ദേവതകളായിട്ട് നമ്മെ അനുഗ്രഹിക്കുക. അതുകൊണ്ട് ഹിന്ദുമതത്തിന്റെ ഈശ്വര സങ്കല്പം വളരെ ഉദാത്തമാണ്. എനിക്ക് എൻ്റെ മനസ്സ് എങ്ങനെയാണ്, എൻ്റെ ഉള്ളിലുള്ള ഗുണഘടന എങ്ങനെയാണോ, ആ ഗുണഘടനയ്ക്ക് അനുസരിച്ച് എനിക്ക് ഈശ്വരനെ ഉപാസിച്ച്, ഒരു ദേവതയെ ഉപാസിച്ച് മുന്നോട്ട് പോകാനുള്ള മഹത്തായ സ്വാതന്ത്ര്യം ഹിന്ദുമതത്തിനുണ്ട്. നമുക്ക് പ്രായണ എബ്രഹാമിക് മതങ്ങളിൽ അങ്ങനെ കാണാൻ സാധിക്കില്ല. അവിടെ ഈശ്വര സങ്കല്പത്തിനനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തെ അങ്ങനെ നമ്മുടെ ഗുണഘടനകളെ ത്യാഗം ചെയ്യണം. ഇവിടെ അങ്ങനെയല്ല. എനിക്ക് കാളിയാണ് ഇഷ്ടം, കാളിയെ ആരാധിക്കും. ആ ആരാധന ശുദ്ധമായിട്ടുണ്ടെങ്കിൽ, ശുദ്ധമായ സമ്പ്രദായത്തിലാണെങ്കിൽ, അതിൽ അനാചാരങ്ങൾ വരാതെ, അതിൽ മൃഗബലികൾ വരാതെ ശുദ്ധമായ രീതിയിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പരമമായ ഏകമായിരിക്കുന്ന ഈശ്വര സാക്ഷാത്കാരം ലഭ്യമാകും. ഇനി എൻ്റെ മനസ്സ് കൃഷ്ണഭാവത്തെ ആരാധിക്കുന്നു. ആ കൃഷ്ണഭാവത്തെ ആരാധിച്ച് എനിക്ക് പരമമായ ഈശ്വര സാക്ഷാത്കാരത്തെ നേടാൻ കഴിയും. ഇതാണ് അനേക ദേവതാവാദത്തിനൊരു സൈദ്ധാന്തികമാണ്. പക്ഷെ ഇവിടെ ഗുരു പറയുകയാണ്, ഈ അനേക ദേവതാ വിശ്വാസത്താല് ചിത്തഭ്രമം സംഭവിച്ചവരെ പോലെ ആളുകൾ നാലു ഭാഗത്തും പലയിടത്തും തോന്നിയതുപോലെ ജീവിക്കുക. അപ്പൊ അതിന്റെ കാരണം എന്താണ്? കാരണം എല്ലാ ഈശ്വര ഉപാസനകളുടെയും ഒരു മുഖ്യമായ ലക്ഷ്യം എന്ന് പറയുന്നത് ചിത്തത്തിന്റെ ഏകാഗ്രതയാണ്. ചിത്തഭ്രമം എന്ന് പറയുമ്പോൾ ചിത്തത്തിൽ അനേകായിരം വൃത്തികൾ വന്നു. ആ അനേകായിരം ചിത്തവൃത്തികളിൽ ഓരോ വൃത്തികളിൽ നമ്മൾ അഭിരമിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏകാഗ്രതയില്ലാതെ സ്വസ്ഥത നഷ്ടപ്പെടുക. ഇതിനെയാണ് ഉന്മാദം അഥവാ ചിത്തഭ്രമം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഈശ്വര വിശ്വാസത്തിന്റെ, ഒരു ഈശ്വരോപാസനയുടെ മുഖ്യമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ വിഘടിതമായിരിക്കുന്ന ചിത്തവൃത്തികളെ ഏകീഭവിച്ചുകൊണ്ട് ആ ചിത്തവൃത്തികൾക്ക് ഒരു ഐക്യം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സമാധാനം നമുക്ക് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. മനസ്സമാധാനം നഷ്ടപ്പെടുവാൻ കാരണം ചിത്തവൃത്തികളുടെ അനേകാഗ്രത കാരണമാണ്. എന്നിരിക്കെ നാം കുറച്ചു കാലം ഒരു ദേവതയെ ഉപാസിക്കുന്നു എന്ന് കരുതുക. കുറച്ചു കാലം ഞാൻ വിഷ്ണുവിനെ ഉപാസിക്കുന്നു, വിഷ്ണുവിന്റെ മന്ത്രങ്ങളെ സ്വീകരിക്കുന്നു. ഇനി അതിനുപേക്ഷിച്ച് വീണ്ടും ശിവനെ ഉപാസിക്കുന്നു, അതിനുപേക്ഷിച്ചു വീണ്ടും കാളിയെ ഉപാസിക്കുന്നു. അങ്ങനെ ഹിന്ദുമതത്തിൽ സൗകര്യത്തിന് വേണ്ടി അനേക ദേവതാ സമ്പ്രദായങ്ങളെ പറഞ്ഞു. പക്ഷെ ആ സൗകര്യത്തെ നമ്മൾ വിസ്മരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെല്ലാം പരീക്ഷിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? ഒടുക്കം മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെട്ട് യഥാകാമം ചരന്തി എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇനി നോക്കൂ, അനേക വിശ്വാസധാരകൾ ഉണ്ട് എന്നിരിക്കെ ആ അനേക വിശ്വാസധാരകളിൽ നിന്ന് ഏതെങ്കിലും ഒരു വിശ്വാസധാര നമുക്ക് പിൻപറ്റാം. ഏതെങ്കിലും ഒരു വിശ്വാസധാരയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാം. അതിനു പകരം എന്ത് സംഭവിക്കുന്നു? അതിനു പകരം ഈ അനേക വിശ്വാസധാരകളിലേക്ക് മനസ്സ് പറയും. ഒരു മനസ്സ് പായുന്നു. ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ ആരംഭകാലത്ത്
ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു ആധ്യാത്മികമായ അന്വേഷണത്തിന്റെ ത്വര ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അന്വേഷണം ആ വ്യക്തി പല വഴികളും നടത്തും. ആദ്യഘട്ടത്തിൽ എവിടെയും ഒരു ഉറച്ച സ്ഥിതി കിട്ടില്ല. ഇപ്പൊ നമ്മുടെ ഉപനിഷത്ത് പറയുന്നു, പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായ നാസ്ത്യകൃതകൃതേന എന്ന് പറയുന്നു. തദ് വിജ്ഞാനാർത്ഥം തദ് വിജ്ഞാതും ഗുരുമേവാപി ഗച്ഛന്തി എന്നാണ് ആ ശ്ലോക താത്പര്യം. അതിൽ പറയുന്നു, പരീക്ഷ ലോകാൻ, ഈ അനേകതയുള്ള ഈശ്വരന്റെ കാര്യത്തിൽ, മതങ്ങളുടെ കാര്യത്തിൽ, ജാതിയുടെ കാര്യത്തിൽ അനേകത വൈവിധ്യങ്ങളുള്ള ഈ ലോകം, ആ ലോകത്തെ നല്ലവണ്ണം പരീക്ഷിക്കുക. പരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഓരോന്നിനെയും, ഓരോ സമ്പ്രദായത്തെയും മനസ്സിലാക്കുക, പഠിക്കുക. ഈ സമ്പ്രദായം ഇങ്ങനെയാണ്, ഈ ദേവതാഭാവം ഇങ്ങനെയാണ്, ഈ വിശ്വാസധാര ഇങ്ങനെയാണ്. ഇതിനൊക്കെ പഠിച്ചിട്ട് എന്തു വേണം? നാസ്ത്യകൃതകൃതേന നിർവേദമായ എന്ന് പറയുന്നു. ഇതിനെയൊക്കെ പഠിച്ചിട്ട് എനിക്ക് പരമമായ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഞാൻ ആശ്രയിക്കേണ്ടത് ഏക വഴിയാണ്, ഒരൊറ്റ വഴിയാണ്. അനേക വഴികളെയല്ല, അനേക വഴികൾ നമുക്ക് പരിശോധിക്കാം, പരീക്ഷിക്കാം. എല്ലാ വിശ്വാസധാരകളിലും മഹത്വമുണ്ട്. ഒരു വിശ്വാസധാരയ്ക്കും യാതൊരു നികൃഷ്ടതയുമില്ല. എല്ലാ വിശ്വാസധാരയും ഇറ്റ്സെൽഫ് അത് ശ്രേഷ്ഠമാണ്. ആ വിശ്വാസധാരകളൊക്കെ നമ്മൾ പരിശോധിച്ച് പരീക്ഷിച്ച് ഒടുവിൽ ഒരു വിശ്വാസധാരയിൽ നാം ഉറച്ചിരിക്കണം, അട്ടൂട്ടായിരിക്കണം. അട്ടൂട്ട് എന്ന് പറയുന്നത് ഇളകാത്ത സ്ഥിതി ഒരു വിശ്വാസധാരയിൽ നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉറച്ച നിലപാട് വേണം. വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇളകാത്ത ഒരു ഉറച്ച നിലപാട് വേണം. നോക്കൂ, നാം ഗുരുവിനെ വിശ്വസിക്കുന്നു, ഗുരുഭക്തരാണ് എന്ന് കരുതുന്നു. അപ്പൊ ഒരു ഗുരുഭക്തന്റെ ഏകദൈവ വിശ്വാസം എപ്രകാരമായിരിക്കണം? ഗുരു അങ്ങനെ ഏതെങ്കിലും ഒന്നിനെ മാത്രം വിശ്വസിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്? ഗുരു പറഞ്ഞിട്ടുള്ളത് എല്ലാറ്റിലും സത്യമുണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. പല മതസാരവും ഏകെന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ വാക്ക് ശ്രദ്ധിക്കണം. പല മതസാരവും ഏകെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ മതങ്ങളിലും സാരമായി വർത്തിക്കുന്ന സത്യമാണ് ഏകം. മതങ്ങൾ വിഭിന്നതയുള്ളതാണ്. മതങ്ങളിൽ വൈചിത്ര്യമുണ്ട്, വ്യത്യസ്തമായ വഴികളുണ്ട്. അപ്പൊ ഒരിക്കലും ഒരേ സമയം വ്യത്യസ്തമായ വഴികളെ നമ്മൾ ആശ്രയിക്കരുത്, അനുസന്ധാനം ചെയ്യരുത്. വ്യത്യസ്തമായ വഴികളെ പരീക്ഷിക്കാം, വ്യത്യസ്തമായ വഴികളെ നിരീക്ഷിക്കാം. എന്നിട്ട് നമുക്ക് ഉചിതമെന്ന് തോന്നുന്ന ഒരു വഴിയെ നാം സ്വീകരിക്കണം. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വഴിയിൽ നമ്മൾ ഉറച്ചിരിക്കണം. പിന്നെ ആ വഴി ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഭാവിയിൽ നമ്മൾ അറിയാണ് ഈ വഴിയേക്കാൾ ശ്രേഷ്ഠമാണ് ആ വഴി എന്ന് കരുതിയാൽ ഈ വഴി ഉപേക്ഷിച്ച് പിന്നീട് മറ്റൊരു വഴിയുടെ പുറകെ പോകരുത്. നാം ഗുരുഭക്തരാണ്, നമുക്ക് ഗുരുവിൽ വിശ്വാസമുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, അതേത് വഴി ആയാലും അതെല്ലാം ഗുരു കേന്ദ്രീകൃതമായിരിക്കണം. ആത്യന്തികമായിട്ട് എത്തിച്ചേരുന്നത് ഗുരുവിലായിരിക്കണം എന്നതിനെയാണ് ഏകവിശ്വാസധാര എന്ന് പറയുന്നത്. അല്ലാതെ മറ്റെല്ലാ വിശ്വാസങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ട് ഇത് മാത്രം ശരി എന്ന് പറയുന്നതല്ല ഏകവിശ്വാസം. മറിച്ച് ഞാൻ ജപിക്കുന്നു, ആ ജപം എന്തായിരിക്കണം? അത് ഗുരു കേന്ദ്രീകൃതമായിരിക്കണം. നമ്മൾ എഴുതുന്ന ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ ജപമാണ്. ഭാരതത്തിലും എല്ലാ മതങ്ങളിലും ജപസമ്പ്രദായമുണ്ട്. ആ ജപസമ്പ്രദായത്തെ നാം അനുവർത്തിക്കുമ്പോൾ അത് ഗുരു കേന്ദ്രീകൃതമായിരിക്കണം. ഇനി നമ്മൾ ധ്യാനം ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, ആ മെഡിറ്റേഷൻ എന്തായിരിക്കണം? ഗുരു കേന്ദ്രീകൃതമായിരിക്കണം. ഗുരുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റെന്തെങ്കിലും സമ്പ്രദായത്തെ നാം അനുവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വിശ്വാസധാര ഇല്ല എന്ന് പറയും. ഇനി നാം പ്രഭാഷണം നടത്തുന്നു, ആ പ്രഭാഷണത്തിന് വേണ്ടി നമുക്ക് ഉപനിഷത്ത് മന്ത്രങ്ങളെ പറയാം, ഖുർആൻ വാക്യങ്ങളെ പറയാം, ബൈബിൾ വചനങ്ങളെ പറയാം, എല്ലാം പറയാം. പക്ഷെ എല്ലാം ആത്യന്തികമായിട്ട് ഗുരുദർശനത്തിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഗുരുവിന്റെ ദർശനത്തിൽ എത്തിക്കാത്ത ഒരു വിശ്വാസധാരയും ഒരു അനുഷ്ഠാനവും ഒരു ആചാരവും നാം അനുഷ്ഠിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അത് അനേക ദേവവിശ്വാസമാണ് എന്ന് പറയുന്നു. നമുക്കിത് ശ്രദ്ധിക്കേണ്ട ആശയം, അനേക ദേവവിശ്വാസം എന്ന് പറയുന്നത് തെറ്റായ കാര്യം എന്നല്ല അർത്ഥം. കാരണം എല്ലാ മതങ്ങളിലും എല്ലാ ദേവന്മാരിലും സാരമുണ്ട്, സത്യമുണ്ട് എന്നുള്ളതാണ് ഗുരുവിന്റെ ഉറച്ച ദർശനം. പക്ഷെ ഒരു സാധകൻ എന്ന രീതിയിൽ നാം ഒരു വഴിയെ പിന്തുടരുമ്പോൾ അനേക വഴികളെ പരീക്ഷണം ചെയ്ത് നിരീക്ഷണം ചെയ്ത് ഒടുവിൽ ഒരു വഴിയെ സ്വീകരിക്കണം. ജീവിതകാലം മുഴുവൻ അനേക പന്ഥാവിലൂടെ അലയരുത്. പരീക്ഷണങ്ങൾക്ക് ശേഷം ഒരൊറ്റ വഴിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കർമ്മങ്ങൾ മുഴുവൻ ആ വഴിയിൽ കേന്ദ്രീകരിക്കുന്നതായിരിക്കണം. അതുകൊണ്ട് എന്തും ജപിച്ചോട്ടെ, ആ ജപം ഗുരു കേന്ദ്രീകൃതമാകണം. എന്ത് ധ്യാനവും അനുഷ്ഠിച്ചോട്ടെ, ആ ധ്യാനം എന്താണ്? ഗുരു കേന്ദ്രീകൃതമാകണം.
എന്ത് ഹോമവും ചെയ്തോട്ടെ, ആ ഹോമം ഗുരു കേന്ദ്രീകൃതമാകണം. ഞാൻ ഗുരുവിശ്വാസിയാണ്, ചെയ്യാം ഒരു മഹാചണ്ഡിക ഹവനം, ഒരു കുഴപ്പമില്ല. മഹാചണ്ഡിക ഹവനം ബലവത്താണ്. പക്ഷെ എന്റെ വിശ്വാസധാര ഗുരു കേന്ദ്രീകൃതമാണെങ്കിൽ ഏത് ഹോമം ചെയ്താലും അത് ഗുരുവിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഹോമമായിരിക്കണം. ഏറ്റവും സിമ്പിൾ, നമുക്ക് ശാന്തി ഹോമമുണ്ട്. മഹാഗുരുവിനെ സാക്ഷാത്കരിച്ച മഹാമന്ത്രം ഉപയോഗിച്ച് ഹോമം ചെയ്യാം. അപ്പൊ നമ്മുടെ ഹോമം എന്തായി? നമ്മുടെ ഹോമം ഗുരു കേന്ദ്രീകൃതമായി. നാം ഒരു പൂജ ചെയ്യുകയാണെങ്കിൽ, ഒരു അർച്ചന ചെയ്യുകയാണെങ്കിൽ അത് ഗുരു കേന്ദ്രീകൃതമായിരിക്കണം. നാം ഒരു ആശയത്തെ വിചാരം ചെയ്യുകയാണെങ്കിൽ ആ വിചാരം ചെന്ന് എത്തിച്ചേരേണ്ടത് ഗുരുവിന്റെ ദർശനത്തിലായിരിക്കണം. അല്ലാതെ നാം ഒരു ആശയത്തെ വിചാരം ചെയ്തു, അനുസന്ധാനം ചെയ്തു, ഗുരുവിന്റെ ദർശനത്തിൽ നിന്നും വിപരീതമായ വേറൊരു ആശയധാരണയ്ക്ക് നമ്മുടെ ചിന്ത പോയി, അത് അനേക വിശ്വാസമാണ്. അപ്പൊ ഏക വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സകല കർമ്മങ്ങളും, സകല പ്രവൃത്തികളും, സകല ആചരണങ്ങളും ഒന്നിലേക്ക് കേന്ദ്രീകരിക്കുന്നതായിരിക്കും. ഇതിനെയാണ് ഏക വിശ്വാസം എന്ന് പറയുന്നത്. ഇതില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതില്ലെങ്കിൽ ഉന്മത്ത ഇവ യഥാകാമം ചരന്തി. ഉന്മത്തൻ എന്ന് പറഞ്ഞാൽ മനസ്സിൽ അനേകായിരം ചിന്തകൾ വന്ന് ഈ അനേകായിരം ചിന്തകളിൽ പെട്ട് ഭ്രാന്തൻ എന്ന പോലെ ഒരു ലക്ഷ്യമില്ലാതെ നമ്മൾ അലയുന്നു. നമുക്ക് ഭ്രാന്തൻ എന്നേ പറഞ്ഞിട്ടില്ല. ഇവ എന്ന് ചേർത്തിലൂടെ മനസ്സിലാക്കാം. ഇവ എന്ന് പറഞ്ഞാൽ പോലെ, ഒരു ഭ്രാന്തൻ എന്നതുപോലെ നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവില്ല. നമ്മൾ കുറെ കാലം അങ്ങോട്ട് അതിലേക്ക് പോയി, കുറെ കാലം ഇതിലേക്ക് പോയി, കുറെ കാലം ആ സമ്പ്രദായത്തിൽ പോയി, കുറെ കാലം ഈ സമ്പ്രദായത്തിൽ പോയി, കുറെ കാലം എന്തൊക്കെ വിശ്വാസങ്ങളിൽ പോയി, അങ്ങനെ ജീവിതമാകെ അലയും. യഥാകാമം ചരന്തി, തോന്നിയതുപോലെ ജീവിക്കുന്നു. ഈ യഥാകാമം എന്നുള്ള വാക്ക് വളരെ വളരെ വർത്തമാനകാല പ്രസക്തമായൊരു വാക്കാണ് യഥാകാമം. എന്താണ് യഥാകാമം? തോന്നിയതുപോലെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ ലോകത്ത് സ്വാതന്ത്ര്യം, എനിക്ക് എല്ലാ പ്രവർത്തനങ്ങൾക്കും സ്വാതന്ത്ര്യം വേണം എന്നെല്ലാവരും പറയുന്നു. ഞാൻ ഈ സമൂഹത്തിന്റെയോ കുടുംബങ്ങളുടെയോ നിയമത്തെ ഒന്നും ഞാൻ അംഗീകരിക്കില്ല. എനിക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യമാണ്. ഞാനൊരു സ്വതന്ത്ര ജീവിയാണ്. ഞാൻ ഇഷ്ടമുള്ള വേഷം ധരിക്കും, ഞാൻ ഇഷ്ടമുള്ള പാട്ട് പാടും, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കും, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ആര് ചോദിക്കാൻ? അതൊക്കെ എന്റെ ഇഷ്ടമല്ലേ എന്ന് പറയുന്ന ഒരു നവ ലിബറലിസം നമുക്ക് വല്ലാതെ കാണാൻ സാധിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ കാലമാണ്. ഈ കാലത്തിൽ യഥാകാമം എന്നുള്ള വാക്കിന് വളരെ പ്രസക്തിയുണ്ട്. യഥാകാമം എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുക, തോന്നിയതുപോലെ, ഇത്തിരിയുള്ള അർത്ഥം. ഒരു വ്യക്തിക്ക് അങ്ങനെ സ്വാതന്ത്ര്യത്തോട് ജീവിക്കാൻ സാധ്യമാണ് എപ്പോൾ നാം ഒരു പ്രകാരത്തിലും ഒരു തരത്തിലും മറ്റാരെയും ആശ്രയിക്കില്ല. മറ്റൊരാളുടെയും ആശ്രയമില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കും എന്ന് വരികിൽ ഒരു വ്യക്തിക്ക് പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആർക്ക് സാധിക്കും ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ? ചുരുങ്ങിയ പക്ഷം ഈ പ്രാപഞ്ചിക നിയമങ്ങൾ, പ്രാപഞ്ചിക വ്യവസ്ഥിതി, അതിനെ ആശ്രയിച്ചല്ലേ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഞാൻ ഓക്സിജനെ ആശ്രയിച്ച് ജീവിക്കില്ല എന്ന് ആർക്കെയും പറയാൻ സാധിക്കുമോ? ഞാൻ വെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കില്ല എന്ന് ആർക്കെയും പറയാൻ സാധിക്കുമോ? നമ്മൾ എല്ലാവരും എല്ലാറ്റിനെയും ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഈ പരസ്പരമുള്ള ആശ്രിത ഭാവം ഉള്ളിടത്തോളം കാലം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പരിമിതിയുണ്ട്. നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ സാധിക്കില്ല. ഇപ്പൊ ഞാനൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി എന്നുള്ള ഞാൻ ഏത് കുടുംബത്തിൽ കഴിയുന്നുവോ, അല്ലെങ്കിൽ ഏത് സംഘടനയിൽ കഴിയുന്നുവോ, ആ കുടുംബത്തിന്റെ നിയമങ്ങളെ മാനിക്കാൻ എനിക്ക് അധികാരമുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ആ കുടുംബത്തിന്റെ നിയമങ്ങളെ മാനിക്കേണ്ടവനാണ്. എന്റെ സ്വാതന്ത്ര്യം, എൻ്റെ മറ്റെല്ലാ വൈയക്തികമായ സ്വാതന്ത്ര്യവും കുടുംബം എന്ന് പറയുന്ന ആ വ്യവസ്ഥിതിക്ക് വേണ്ടി ഞാൻ പല കാര്യങ്ങളെയും ത്യാഗം ചെയ്യണം. ഇനി കുടുംബം എന്താണ്? കുടുംബം ഒരു സമൂഹത്തിന്റെ ഭാഗമാണ്. അപ്പൊ ആ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള നിയമങ്ങളെ അനുസരിക്കാൻ ഒരു കുടുംബം ബാധ്യസ്ഥമാണ്. ഞങ്ങൾക്ക് ഈ സമൂഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ കുടുംബത്തിൽ നാളെ മുതൽ ബോംബുണ്ടാക്കും, ആയുധം ഉണ്ടാക്കും, എന്നിട്ട് മറ്റുള്ള വീടുകൾ ആക്രമിക്കും എന്ന് കരുതാൻ പറ്റുമോ? സമൂഹത്തിനൊരു നിയമമുണ്ട്. ആ നിയമത്തെ അംഗീകരിക്കുവാൻ കുടുംബം എന്നുള്ള ആ വ്യവസ്ഥിതി ബാധ്യസ്ഥമാണ്. ഒരു സമൂഹം ഈ രാഷ്ട്രത്തെ അംഗീകരിക്കുവാൻ ബാധ്യസ്ഥമാണ്. ഞങ്ങൾ ഈ രാഷ്ട്രത്തിന്റെ ഭാഗമല്ല, ഞങ്ങൾ വേറൊരു പ്രദേശമാണ്, ഈ രാഷ്ട്രത്തിൽ എന്ത് സംഭവിച്ചാലും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറയാൻ സാധിക്കില്ല. ഒരു രാഷ്ട്രം ഈ ഭൂമിയുടെ മൊത്തം വ്യവസ്ഥിതിയും അംഗീകരിക്കാൻ ബാധ്യസ്ഥമാണ്. ഈ ഭൂമി ഈ മുഴുവൻ പ്രപഞ്ചത്തിന്റെ നിയമക്രമമുണ്ട്, ആ നിയമക്രമത്തെ അംഗീകരിക്കാൻ ബാധ്യസ്ഥമാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഈ സ്വാതന്ത്ര്യത്തിന്റെ ജൽപ്പനങ്ങളൊക്കെ വെറും അർത്ഥശൂന്യങ്ങളാണ്. നാം അനേകായിരം പേരെ ആശ്രയിച്ച് ജീവിക്കുകയാണ്, എന്നിട്ട് പറയുകയാണ് ഞാൻ സ്വതന്ത്രനാണ്. ഇത് പറഞ്ഞത് യഥാകാമം എന്നുള്ള വാക്ക് മനസ്സിൽ വന്നുകൊണ്ടാണ്.
അപ്പൊ യഥാകാമം എന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെ ആര് ജീവിക്കുന്നു? അനേക വിശ്വാസധാരകൾ, അനേക സമ്പ്രദായങ്ങൾ, അനേക ദർശനങ്ങൾ, ഇവയിൽ മനസ്സ് കുടുങ്ങി മനസ്സ് വിചലിതമായൊരു വ്യക്തി ഉന്മത്തിനെ പോലെ ജീവിക്കുന്നു. ഇങ്ങനെയും ചില ആളുകൾ ഈ ലോകത്തുണ്ട് ഗുരുദേവ എന്ന് ശിഷ്യന്മാര് ഗുരുസമക്ഷം ഉണർത്തുകയാണ്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഉപസംഹരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. ഓം തത്സത്. ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു.